ഈ ഭാരതപ്പുഴയുടെ തീരത്ത് വന്ന് നിൽക്കുന്ന കുറേ പഴയ ഓർമ്മകളായിട്ടാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഭാരതപ്പുഴ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് കളിച്ചതും ഒക്കെ മാറി. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ക്രിക്കറ്റ് അടക്കം ഈ പുഴയിൽ വന്ന് കളിച്ചിട്ടുണ്ട്. അന്ന് വെള്ളം ഉണ്ടാവും, വെള്ളം ഒഴുകിയതിൻ്റെ ഭാഗങ്ങളിലാണ് കളിക്കുക. അങ്ങനെ കളിക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ. ഇപ്പോൾ ആകെ പൊണ്ട പിടിച്ച് പറഞ്ഞു ഈ ഭാരതപ്പുഴ പോലെ പണ്ട് വന്നുകൂടെ ക്രിക്കറ്റ് കളിച്ചു വന്നത്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഈ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതുവരെ മുകളിൽ നിന്ന് ഈ പാലം കാണുക മാത്രമേ ഉള്ളൂ അടുത്ത കാലത്തൊക്കെ. അപ്പോൾ രണ്ട് വ്യത്യാസങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് പ്രമോദ് പറഞ്ഞാൽ കൊന്നക്കാട്, പിന്നെ ഈ പാലം. ഞങ്ങളുടെ കഴിഞ്ഞുപോയ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ ഭാരതപ്പുഴയുടെ മണൽപ്പരപ്പിലൂടെ കൊതിയോടെ ഞങ്ങൾ കുറച്ചു നേരം കൂടി നടന്നു. ഇനി ലക്കിടിയിലേക്കുള്ള യാത്രയിലും ഞങ്ങൾ ഭാരതപ്പുഴയുടെ കഴിഞ്ഞ കാലത്തെ ഓർമ്മകളെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരിച്ചത്. ഇത് തിരുവല്ലാമല ഭാഗത്തുള്ള പുഴയുടെ അവസ്ഥയാണ്. ഇവിടെ നിന്നൊക്കെ തടയാനായി ചോദിച്ചത് കാരണം നമുക്കിവിടെ വെള്ളം കാണാനുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. അടുത്തതായിട്ട് ഞങ്ങൾ ഷൊർണൂർ പോകുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത്. ഷൊർണൂർ ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഇപ്പോൾ ഞങ്ങളുള്ളത് ഷൊർണൂർ ഭാരതപ്പുഴയുടെ ഭാഗത്താണ്. ഇവിടെ കുറച്ചും കൂടി ഒരു നല്ല ഒരു ആൾക്കാരൊക്കെ വൈകുന്നേരം വരുന്നുണ്ട്. ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൻ്റെ മുന്നിലുള്ള ഭാഗമായതുകൊണ്ട് തന്നെ പ്രതിതർപ്പണം ചെയ്തതിൻ്റെ അവശേഷിപ്പുകളും ഇവിടെ കാണുന്നുണ്ട്. ഒറ്റപ്പാലത്തിൻ്റെ നോക്കുന്ന സമയത്ത് ഈ പുഴയ്ക്ക് വീതി കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് എത്താനൊക്കെ കുറച്ചും കൂടി അവിടെ അടുത്ത് തന്നെ റോഡിൽ നിന്ന് കുറച്ച് വളരെ അടുത്തായിട്ട് തന്നെ ഇവിടെ വെള്ളം കുറച്ച് ഞങ്ങൾ വെള്ളത്തിന് വളരെ അടുത്തെത്തി. നമ്മളൊരു പുണ്യ നദിയാണ് ഭാരതപ്പുഴ. അപ്പോൾ ഇത് വെള്ളം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് കണ്ടില്ല, ഇത് ഈ വെള്ളത്തിലൊക്കെ നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് കളിച്ചിട്ടുള്ളതാണ്. ഇതല്ല ഒറ്റപ്പാലത്താണ്. എന്നാൽ പോലും ഇപ്പോൾ ഈ വെള്ളം വളരെ കുറവ് വെള്ളമുള്ളൂ. അതവിടെ ഭാരതപ്പുഴ പുണ്യനദിയിലത്തെ വെള്ളം ഒന്ന് സ്പർശിച്ചു കിട്ടും. ഇനി എന്നെങ്കിലും നമ്മുടെ പുഴ നിറഞ്ഞൊഴുകുമോ, അതോ കുട്ടിക്കാലത്തിൻ്റെ ഒരു സുന്ദര സ്വപ്നം പോലെ ഓർമ്മകളിൽ മാത്രം അവശേഷിക്കുമോ?